കേരളത്തിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ ഒരു MBBS കോഴ്സിന് ഞാൻ പഠിക്കുമ്പോൾ എത്ര എനിക്ക് എക്സ്പെൻസ് വരും? അത് നോർമൽ സീറ്റ് ആണെങ്കിൽ എന്ത്, NRI സീറ്റ് ആണെങ്കിൽ എങ്ങനെ, ഞാനൊരു റിസർവേഷൻ കാൻഡിഡേറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഫീസ് വരിക? ഈ കാര്യങ്ങളും ഇതിനോടൊപ്പം ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം ഇതിനൊക്കെ ഞാൻ എഴുതിയ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നീറ്റ് എന്ന ഒറ്റ എക്സാമിനേഷനാണ്. ആ നീറ്റ് വഴി 2 റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുക. ഒന്ന് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റും അതിനുശേഷം സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റും. ഈ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് ഇന്ത്യ മുഴുവനുള്ള AFMC, എയിംസ്, ജിപ്മർ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റ് ഫില്ല് ചെയ്യുന്നത്. ഇനി നമ്മുടെ കേരളത്തിലുള്ള MBBSന്റെ ആ 12 മെഡിക്കൽ കോളേജിൻ്റെ 85% സീറ്റും കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ 100% സീറ്റും നമുക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൻ്റെ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റാണ് കൺസിഡർ ചെയ്യുക. അവിടെ നമുക്ക് ചെയ്യേണ്ടത് നീറ്റിൻ്റെ കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യും. ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നമുക്ക് കേരളത്തിലുള്ള 21 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ബെസ്റ്റ് കോളേജുകൾ ഏതാണ്, മൈനോറിറ്റി റിസർവേഷനുള്ള സീറ്റുകൾ ഏതാണ്, എൻ്റെ റിസർവേഷൻ അനുസരിച്ചും അല്ലെങ്കിൽ എൻ്റെ ജനറൽ കാറ്റഗറി സ്റ്റാൻഡേർഡ് വെച്ചിട്ടും എനിക്ക് അഡ്മിഷൻ കിട്ടാനുള്ള കോളേജുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കി വേണം നാം ഇതിൽ പങ്കെടുക്കാൻ. ഇപ്പം നമുക്കിവിടെ മുഴുവൻ കോളേജുകളും ആ കോളേജുകളിൽ സീറ്റിന് ഫീസ് എത്രയാണ് വരിക, സ്പെഷ്യൽ ഫീസ് എത്രയാണ് വരിക, NRI സീറ്റിൽ എത്രയാണ് ഫീസ് വരിക, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. നമുക്കിവിടെ കാണാം, ആദ്യമായി നമ്മുടെ കേരളത്തിൽ 21 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ ക്യാമ്പസുകളുണ്ട്. ഈ 21 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് കൂടാതെ കേരളത്തിൽ വരുന്ന മറ്റൊരു ക്യാമ്പസാണ് അമൃത സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ്, കൊച്ചി. ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഈ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലേക്ക് നമുക്ക് കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെ അല്ല അഡ്മിഷൻ ലഭിക്കുന്നത്. അതിന് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയാണ് ഡീംഡ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുക. ആ ക്യാമ്പസിലെ ഫീസ് എന്ന് പറയുന്നത് 25 lakhs rupees ആണ് ഓരോ വർഷവും വരിക. അപ്പോൾ ഡീംഡ് മെഡിക്കൽ കോളേജിലേക്ക് നമുക്കൊരു അഡ്മിഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ്, കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലല്ല പങ്കെടുക്കേണ്ടത്. ഓൾ ഇന്ത്യയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് പങ്കെടുക്കുക. ഡീംഡ് കോളേജിൽ ഒരു അഡ്മിഷൻ വേണമെന്ന് നാം അതിൽ സബ്മിറ്റ് ചെയ്യുക. ഇനി വരുന്നത് കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ്. കേരളത്തിൽ വരുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ ഒരു വർഷത്തെ ഫീസ് 28,950 rupees ആണ്. അപ്പോൾ ഒരു വർഷം നിയർ ബൈ 30,000 rupees അറൗണ്ട് ആണ് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഫീസായിട്ട് വരിക. ഇനി ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കുമ്പോൾ അവിടെ റിസർവേഷൻസ് ഉണ്ടോ? എല്ലാ റിസർവേഷൻസും ഉണ്ട്. ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും അതിലെ EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും, ഇനി അതിനോടൊപ്പം ഈഴവ കമ്മ്യൂണിറ്റി, ലാറ്റിൻ കത്തോലിക്ക്, അതുപോലെ കുടുംബി, കുശവൻ, SC, ST, മുസ്ലിം കമ്മ്യൂണിറ്റി, എല്ലാ റിസർവേഷൻസും ആ റാങ്കിനനുസരിച്ച് കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങുകൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനി നാം ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ 21 കോളേജുകളിലും കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്ത കോളേജുകളുടെ ഒരു ലിസ്റ്റ് നാം പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം നാം അപ്ലൈ ചെയ്യാൻ. ഇനി മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഉള്ള സീറ്റുകളുണ്ട്. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വരുന്ന കോളേജുകളിൽ മുസ്ലിം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ റിസർവേഷൻ ഉണ്ട്. അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജുകളിൽ മൈനോറിറ്റി റിസർവേഷൻസും ഉണ്ട്. അപ്പം നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കണം. മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ വരുന്ന കോളേജുകൾ ഏതൊക്കെ, ഞാൻ അവിടേക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം, അതിനെന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നാം കരുതി വെക്കേണ്ടത്, ഇതൊക്കെ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുന്നത് നമുക്കൊരു ബെസ്റ്റ് ക്യാമ്പസുകൾ നേടിയെടുക്കാൻ നമുക്കത് ഹെൽപ്പാവും. ഇനി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിന്റെ ഫീസുകൾ നമുക്ക് കണ്ടാൽ എറൗണ്ട് ഒരു 8 lakh rupees അറൗണ്ട് ആണ് ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ ഒരു വർഷത്തെ ഫീസായിട്ട് വരിക. ഇനി ഈ ഒരു ഫീസ് മാത്രമല്ല, ക്യാമ്പസുകളിൽ സ്പെഷ്യൽ ഫീസ് ഉണ്ട്.
അത് ഫസ്റ്റ് ഇയറിനേക്കാൾ ഡിഫറൻസ് ഉണ്ട് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും വരുന്ന സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഫീസ് ഇളവോടുകൂടി പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റും. അത് ആർക്കാണ്? OEC കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഒരു അഡ്മിഷൻ ലഭിച്ചാൽ അവിടെ സൗജന്യമാണ് പഠനം. ഇതിനോടൊപ്പം SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചാൽ അവർക്കും പഠനം സൗജന്യമാണ്. അപ്പോൾ OEC കമ്മ്യൂണിറ്റിയിലോ SC ST കാറ്റഗറിയിലോ വരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഉയർന്ന ഫീസാണെങ്കിലും സൗജന്യമായി പഠിക്കാനുള്ള അവസരം ആ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നോർമൽ ജനറൽ കാറ്റഗറിയിലും അല്ലെങ്കിൽ നോർമൽ റിസർവേഷൻസുമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ക്യാമ്പസിന്റെ ഫീസ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് മേപ്പാടി വയനാട് ഇവിടെ വരുന്നത് 8,44,551 റുപ്പീസാണ് ഒരു വർഷത്തെ ഫീസായിട്ട് വരിക. ആ സെയിം ടൈമിൽ മറ്റൊരു കോളേജ് നോക്കാം, കരുണ മെഡിക്കൽ കോളേജ് 7,50,266 റുപ്പീസ്. ആ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ തന്നെ ക്യാമ്പസുകളിൽ ഫീസിൽ ഡിഫറൻസ് ഉണ്ട്. സ്ലൈറ്റ് ആയിട്ടുള്ള ചെറിയ ഡിഫറൻസ് ആണ് അവിടെ ഉള്ളത്. ഇനി ഇത് കൂടാതെ NRI സീറ്റ് ഉണ്ട്. എല്ലാ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ 21 ക്യാമ്പസുകൾക്കും 15% സീറ്റ് എന്ന് പറയുന്നത് NRI കോട്ടയ്ക്ക് മാറ്റിവെച്ചിരിക്കുന്നതാണ്. ഈ NRI കോട്ടയിൽ അറൌണ്ട് 20 lakhs റുപ്പീസിന് അറൌണ്ടാണ് NRI സീറ്റിലേക്ക് MBBSന് ഫീസ് വരിക. അപ്പം നമ്മൾ കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നോർമൽ സീറ്റിലേക്ക് എന്നെ കൺസിഡർ ചെയ്യണോ NRI സീറ്റിലേക്ക് കൺസിഡർ ചെയ്യണോ എന്ന് ആ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്കത് സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടത്, എനിക്ക് കൃത്യമായിട്ടൊരു ക്യാമ്പസ് എങ്ങനെ നേടിയെടുക്കാം, ഇതൊക്കെ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കൃത്യമായി ലഭിച്ചുകൊണ്ടേയിരിക്കും. മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാട്, കരുണ മെഡിക്കൽ കോളേജ് പാലക്കാട്, മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട് കാലിക്കറ്റ്, മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് എഴമാംകുളം അടൂർ പത്തനംതിട്ട, PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പാലക്കാട് കേരള, ദെൻ ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് ആൻഡ് ട്രസ്റ്റ് ട്രിവാൻഡ്രം, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എറണാകുളം, ദെൻ SUT മെഡിക്കൽ സയൻസ് ട്രിവാൻഡ്രം, അൽ ഹസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ. ഈ ക്യാമ്പസ് മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ വരുന്ന ക്യാമ്പസ് ആണ്. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റാണ്. അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊല്ലം മുസ്ലിം മൈനോറിറ്റി ക്യാമ്പസ് ആണ്. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് തിരുവല്ല ക്രിസ്ത്യൻ മൈനോറിറ്റി ക്യാമ്പസ് ആണ്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശൂർ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി വരുന്ന ക്യാമ്പസ് ആണ്. കണ്ണൂർ മെഡിക്കൽ കോളേജ് മുസ്ലിം മൈനോറിറ്റി ക്യാമ്പസ് ആണ്. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ മെഡിക്കൽ കോളേജ് കോലഞ്ചേരി ക്രിസ്ത്യൻ മൈനോറിറ്റി ക്യാമ്പസ് ആണ്. MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം മുസ്ലിം മൈനോറിറ്റി ക്യാമ്പസ് ആണ്. പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവല്ല ക്രിസ്ത്യൻ മൈനോറിറ്റി ക്യാമ്പസ് ആണ്. ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലം മുസ്ലിം മൈനോറിറ്റി ക്യാമ്പസ് ആണ്. ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ റിസർവേഷനെ കുറിച്ച് നാം കണ്ടു. ആ ക്യാമ്പസിന്റെ 30% ആ മൈനോറിറ്റി കമ്മ്യൂണിറ്റി വിദ്യാർത്ഥികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു. ഇനി നാം കണ്ടു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നോർമൽ ഫീസും അതിനോടൊപ്പം NRI സീറ്റും സ്പെഷ്യൽ ഫീസും മനസ്സിലാക്കിയതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ആർക്കൊക്കെയാണ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുക? ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് ഒന്ന് OEC കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ കേരള സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റാങ്കിനെ ബേസ് ചെയ്തിട്ട് ഗവൺമെൻറ് കോളേജിലാവട്ടെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാവട്ടെ സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരങ്ങളും മൈനോറിറ്റി കമ്മ്യൂണിറ്റി വെച്ചുള്ള അവസരങ്ങളും നമുക്കുള്ള നോർമൽ റിസർവേഷൻസ് ജനറൽ കാറ്റഗറിയിലെ EWS റിസർവേഷൻ ആണോ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിയുടെ റിസർവേഷൻ ആണോ, കമ്മ്യൂണൽ റിസർവേഷൻ ആണോ, ഓരോ റിസർവേഷൻ അനുസരിച്ചും നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള ക്യാമ്പസുകൾ കൃത്യമായിട്ടൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് ചോയ്സ് ഫില്ലിംഗ് പങ്കെടുക്കുക. ഈ ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഏറ്റവും നല്ല ക്യാമ്പസുകളുടെ ലിസ്റ്റുകളും നമ്മൾ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതിനോടൊപ്പം 2025 എൻട്രൻസ് എക്സാമിനേഷൻ നമുക്കറിയാം ടഫ് എക്സാമിനേഷൻ അല്ല, ഇൻ ഡെപ്തിൽ നാം പഠിക്കാഞ്ഞതുകൊണ്ട്
നമുക്കൊരു ടഫ് പോലെ ഫീൽ ചെയ്തതാണ്. നാം അവിടെ മനസ്സിലാക്കേണ്ടത് 2025 എൻ്റെ പ്രിപ്പറേഷനിൽ വന്ന പാകപ്പിഴയാണ് എനിക്ക് ഈ പരീക്ഷയുടെ മാർക്ക് ഈ ഒരു പൊസിഷനിലേക്ക് എനിക്ക് നിൽക്കാൻ സാധിച്ചത്. അത് അപ്ഗ്രേഡ് ചെയ്യാൻ 2025 വന്ന വീഴ്ചകൾ മാറ്റിക്കൊണ്ട് 2026 എൻ്റെതാക്കി മാറ്റാൻ, ഏറ്റവും മികച്ച ക്യാമ്പസും കോഴ്സും നേടിയെടുക്കാൻ കഴിഞ്ഞ 25 ഇയേഴ്സായി സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് പോലും ഏറ്റവും നല്ല വിജയവും റാങ്കും വാങ്ങിക്കൊടുക്കുന്ന 720 710 മാർക്കോടുകൂടി 2024 നീറ്റിൽ ഏറ്റവും നല്ല റാങ്കുകൾ വാങ്ങിക്കൊടുത്ത ആൽഫ അക്കാഡമിയുടെ റിപ്പീറ്റർ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഈ ജൂൺ ഓൺവേർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചോയ്സ് ഫില്ലിംഗ് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചുകളിലേക്കൊക്കെ വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാം. നല്ല പേഴ്സണൽ അറ്റൻഷനോടെ പഠിക്കാം. ടാബ് കണ്ട് നമ്മുടെ സമയം മെനക്കെടുത്തുന്ന ക്ലാസ് അല്ല, പേഴ്സണൽ അറ്റൻഷനോടെ ക്ലാസ് റൂം കോച്ചിങ്ങിലൂടെ പഠിക്കുന്ന ഫുൾ ടൈം ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ റിപ്പീറ്റർ ബാച്ചിൽ ഏറ്റവും മികച്ച ഹോംലി അറ്റ്മോസ്ഫിയർ നൽകുന്ന സിസ്റ്റത്തിൻ്റെ പാർട്ടായി പഠിക്കാൻ നിങ്ങൾക്ക് ആൽഫയുടെ റിപ്പീറ്റർ ബാച്ച് ജോയിൻ ചെയ്യാം. 2026 നമ്മുടേതാക്കാം. 2025 ചോയ്സ് ഫില്ലിംഗ് ബെസ്റ്റ് ആക്കി ഏറ്റവും നല്ല കോഴ്സുകൾ നമുക്ക് നേടിയെടുക്കാം. ഈ സമയത്തൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, അസിസ്റ്റ് ചെയ്യാൻ, ഡൗട്ട്സുകൾ തീർത്തു തരാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്.